Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 23. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കൊറ്റംകാവ് ക്ഷീര സഹകരണ സംഘം എന്നെഴുതിയിരിക്കുന്ന ബോർഡിന് മുന്നിൽ ശ്രീഗൗരി ഒന്ന് നിന്നു. വിശ്വന്റെ ശുപാർശയിൽ കിട്ടിയ താൽക്കാലിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലിയിൽ ജോയിൻ ചെയ്യാൻ എത്തിയതായിരുന്നു അവൾ. പാൽപാത്രങ്ങളുമായി മുറ്റത്ത് നിൽക്കുന്നവരിൽ പലരും പരിചിത മുഖങ്ങളാണ്, ചിലരൊക്കെ പുതുമുഖങ്ങളും. പരിചയമുള്ളവരിൽ പലരും അവളെ നോക്കി കുശുകുശുക്കുന്നുണ്ട്. എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ആ സഹകരണ സംഘത്തിന്റെ പടികൾ കയറുമ്പോൾ ഉള്ളിൽ അമ്മമ്മയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങുകയായിരുന്നു അവൾ. പാലിന്റെ മണമുള്ള ഓഫീസിന്റെ മുൻവശത്ത് ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന പാല് കളക്ട് ചെയ്യുന്ന തിരക്കായിരുന്നു. 10-28 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവും പ്രായം കുറഞ്ഞൊരു യുവതിയുമാണ് പാല് കളക്ട് ചെയ്യാൻ നിൽക്കുന്നത്. രണ്ടുപേരെയും നാട്ടിൽ കണ്ടു പരിചയമുണ്ടെങ്കിലും പേരറിയില്ല. അവരുടെ തൊട്ടടുത്ത് തന്നെ അതൊക്കെ നോക്കിക്കൊണ്ട് സെക്രട്ടറി രവീന്ദ്രൻ നിൽപ്പുണ്ട്. പാർട്ടിയുടെ പല കാര്യങ്ങൾക്കും ഓടി നടക്കാറുള്ള രവീന്ദ്രൻ ചേട്ടനെ ഗൗരിക്ക് നേരത്തെ പരിചയമുണ്ട്. അച്ഛന്റെ പരിചയക്കാരനുമായിരുന്നു ആള്. അവളെ കണ്ടതും അയാൾ സൗഹൃദഭാവത്തിൽ ഒന്ന് ചിരിച്ചു. വരൂ. അയാൾ അവളെ വിളിച്ചത് കേട്ടാണ് പാലളക്കുകയായിരുന്ന രണ്ടുപേരും മുഖമുയർത്തി നോക്കിയത്. അവളെ കണ്ട ആ പെൺകുട്ടി പരിചയമുള്ളതുപോലെ ചിരിച്ചു. വിശ്വൻ ഇന്നലെ വിളിച്ചിരുന്നു, വാ നമുക്ക് ആദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. രവീന്ദ്രൻ പറഞ്ഞത് കേട്ട് അവൾ തല ഉലുക്കി. ഇത് അജിത്ത്, ഇവിടെ തെക്കും ഭാഗത്താണ് വീട്. കണ്ടിട്ടുണ്ട്, പേരറിയില്ലെന്നേ ഉള്ളൂ. ചിരിച്ചും കൊണ്ട് ഗൗരി അജിത്തിനെ പരിചയപ്പെട്ടു. എനിക്കറിയാം, അർജുൻ ചേട്ടന്റെ പെങ്ങളല്ലേ. ചിരിയൊന്നും മങ്ങിയെങ്കിലും അവൾ തലയാട്ടി. ഇവന്റെ അച്ഛന് ഇവിടെയായിരുന്നു ജോലി, ഭാസ്കരൻ ചേട്ടൻ. അങ്ങേര് മരിച്ചപ്പോ ആ ഒഴിവിലേക്ക് കയറിയതാ ഇവൻ. അജിത്തിനെ പരിചയപ്പെടുത്തിയ ശേഷം രവീന്ദ്രൻ പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു. ഇത് രശ്മി, നമ്മുടെ സൊസൈറ്റിയുടെ പിന്നിൽ തന്നെയാ വീട്. രവീന്ദ്രൻ പരിചയപ്പെടുത്തിയപ്പോ രശ്മി ഉത്സാഹത്തോടെ ചിരിച്ചു. ഞാൻ പണ്ട് ചേച്ചി അമ്പലത്തിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഗൗരി ചിരിച്ചു. തൊട്ടടുത്ത മുറിയിൽ പാലിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. അവിടെ മിൽക്ക് അനലൈസറിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന ശിവൻകുട്ടിയെയും ആൻസിയെയുമാണ് പിന്നീട് പരിചയപ്പെട്ടത്. ശിവൻകുട്ടി ഒരു നിമിഷം പാലിന്റെ സാമ്പിൾ എടുക്കുന്നത് നിർത്തി ഗൗരിയെ നോക്കി ഒന്ന് തലയാട്ടി. ആൻസി ആകട്ടെ ഒരു ചേച്ചിയുടെ അടുപ്പത്തോടെ അവളുടെ തോളിൽ ഒന്ന് തട്ടി. പിന്നീട് പരിചയപ്പെട്ടത് അവിടുത്തെ അറ്റൻഡറായ നാണുചേട്ടനെയും. രവീന്ദ്രൻ നായർ അവളെ പരിചയപ്പെടുത്തിയപ്പോ ഓരോരുത്തരുടെയും കണ്ണുകളിൽ സൗഹൃദത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. മാത്രമല്ല, ആ നോട്ടങ്ങളിൽ സഹതാപവും കൗതുകവും കലർന്നിരുന്നു. ഗൗരിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അവളുടെ പഴയ പ്രണയം, തകർന്ന സ്വപ്നങ്ങൾ, പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുന്ന അവളുടെ മനക്കരുത്ത്, ഇതെല്ലാം നാട്ടുകാരായ അവർക്ക് മനപ്പാടമാണ്. പരിചയപ്പെടലുകൾക്ക് ശേഷം ഓഫീസ് മുറിയിലെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഗൗരിക്ക് ഒന്നുറപ്പായി. ആ സൊസൈറ്റിയിലെ മെഷീനുകൾക്കും പാലിന്റെ ക്യാനുകൾക്കുമിടയിൽ താൻ സുരക്ഷിതയാണ്. രവീന്ദ്രൻ നായരുടെ സംരക്ഷണവും സഹപ്രവർത്തകരുടെ നിശബ്ദമായ പിന്തുണയും അവൾക്ക് പുതിയൊരു ആത്മവിശ്വാസം നൽകി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് എല്ലാവരെയും കൂടുതൽ പരിചയപ്പെട്ടത്. ആൻസി അവിടെയുള്ള എല്ലാവരോടും ഒരു ചേച്ചിയെ പോലെയുള്ള അടുപ്പം സൂക്ഷിക്കുന്നുണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലായി. ഗൗരിക്കുട്ടിക്ക് ഈ കമ്പ്യൂട്ടർ പണിയൊക്കെ വഴങ്ങുമല്ലേ? എനിക്ക് ഇതിന്റെ മുന്നിലിരുന്ന തല കറങ്ങും. എന്റെ മൂത്തവള് സ്കൂളിൽ വിട്ടു വന്ന ഇടയ്ക്ക് കമ്പ്യൂട്ടറിലൊക്കെ കുത്തിയിരിക്കുന്നത് കാണാം. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. എത്ര മക്കളുണ്ട് ചേച്ചിക്ക്? 2 പേര്. മൂത്തവൾ അഞ്ജല 10ൽ പഠിക്കുന്നു. പിന്നെയുള്ളത് 7 വയസ്സുകാരൻ ആബിൻ, തൊട്ടുവന്ന് വിളിക്കും. ഹസ്ബൻഡ് ആൽബർട്ട് ഇവിടെ വില്ലേജ് ഓഫീസിലാ ജോലി. ശിവൻകുട്ടി ചേട്ടൻ അല്പം ഗൗരവം കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. അങ്ങേർക്ക് ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. വീട്ടിലെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാൾ കൂടുതൽ ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചായിരുന്നു. രശ്മി പിന്നെ ഒരു വെട്ടുകിളിയെ പോലെയാണ്, വാ തോരാതെ സംസാരിക്കും. അച്ഛൻ നേരത്തെ മരിച്ചുപോയി, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടത്തെ ജോലി കൂടാതെ കറസ്പോണ്ടൻസ് ആയിട്ട് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും പഠിക്കുന്നുണ്ട് അവള്. അജിത്തിന് വിനയം അല്പം കൂടുതലാണെന്ന് തോന്നി. അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്തതിന്റെ വിഷമം ആളുടെ സംസാരത്തിലുണ്ട്. അറ്റൻഡർ നാണുചേട്ടൻ ആള് രസികനാണ്. അല്പം പ്രായമുണ്ടെങ്കിലും ചുറുചുറുക്കുള്ള വ്യക്തി. നാട്ടിലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണ സമയം ആള് രസമുള്ളതാക്കി. കൊണ്ടുവന്നിരുന്ന കറികളെല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ആ ഉച്ചയൂണ് ഗൗരിക്ക് ഏറെ ആസ്വാദ്യകരമായി തോന്നി. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഏറെ വേണ്ടപ്പെട്ടവരുടെ അടുത്തിരിക്കുന്ന ഒരനുഭവം. നാട്ടുകാർക്കിടയിൽ തന്നെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഈ സൊസൈറ്റിക്കുള്ളിൽ
തനിക്കു ചുറ്റും ഒരു കുടുംബത്തെ പോലെ നിൽക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് എന്ന തോന്നൽ അവരുടെ ഉള്ളിലെ പേടിയെ മെല്ലെ മായ്ച്ചു കളഞ്ഞു. നീലിമയും ശ്രീജനും കിങ്ങിണിയും രാവിലെ തന്നെ മടങ്ങിപ്പോയിരുന്നു. ദേവനന്ദൻ പോലീസ് സ്റ്റേഷനിലേക്കും പോയി. ഉത്സവ തിരക്കുകൾ ഒഴിഞ്ഞ വീട് പെട്ടെന്ന് നിശബ്ദമായി പോയതുപോലെ വിലാസിനിയമ്മയ്ക്ക് തോന്നി. അല്പനേരം പത്രം വായിച്ചിരുന്നതിന് ശേഷം അവർ അടുക്കളയിലെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉച്ചക്കത്തേക്കുള്ള അരി എടുത്ത് കഴുകി കുക്കറിലേക്ക് വെച്ചിട്ട് കറിക്കുള്ള ഒരുക്കത്തിലായിരുന്നു. അല്പം മോരുണ്ട്. അതിലേക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും അരച്ചു ചേർത്ത് തിളപ്പിക്കാൻ വെച്ചു. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചൊഴിച്ചപ്പോൾ ഉണ്ടായ ആ കൊതിയൂറുന്ന മണം വീടാകെ പടർന്നു. കായം ചേർത്ത് വഴറ്റിയ കഷ്ണങ്ങൾക്കുമേൽ താളിച്ചതും കൂടി ഒഴിച്ചതോടെ മോര് കറി തയ്യാർ. കായം എഴുകു പുരട്ടിയത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഈ നേരത്ത് ആരായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് അവർ കൈകൾ തോർത്തുമുണ്ടിൽ തുടച്ച് ഉമ്മറത്തേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മുഖങ്ങളായിരുന്നു. ഗൗരിയുടെ വെല്ലിച്ചൻ ഗിരിജനും ഭാര്യ സരസ്വതിയും. ഇവരെന്താണ് ഇവിടെയെന്ന് വിലാസിനിയമ്മ ചിന്തിച്ചു നിന്നപ്പോ സരസ്വതി വാ തുറന്നു. വിലാസിനി ചേച്ചിയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ. വാ, അകത്തേക്കിരിക്കാം. അവരെ അകത്തേക്ക് ക്ഷണിക്കുമ്പോഴും അവരുടെ ആ വരവിൽ വിലാസിനിയമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. സോഫയിലേക്ക് ഇരുന്ന ഉടനെ സരസ്വതി സംസാരം തുടങ്ങി. ദേവനെ കണ്ടിരുന്നു. അവൻ തിരിച്ചു വന്നത് എന്തായാലും നന്നായി. യൂണിഫോമിൽ അവനെ കാണാൻ നല്ല അഴകാ. ഭാര്യ പറയുന്നതും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതല്ലാതെ ഗിരിജൻ സംസാരത്തിൽ പങ്കെടുത്തില്ല. കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം സരസ്വതി മെല്ലെ വിഷയം മാറ്റി. പിന്നെ ചേച്ചി, ദേവന്റെ കല്യാണ കാര്യമൊന്നും ആലോചിച്ചു തുടങ്ങിയില്ലേ? പ്രായം ഏറുകയാ. നല്ലൊരു ബന്ധം നോക്കി ഉടനെ നടത്തണ്ടേ? അതെ, ഞാനും അത് തന്നെയാ വിചാരിക്കുന്നേ. അവൻ സമ്മതം മൂളണം എന്നേ ഉള്ളൂ. വിലാസിനിയമ്മ താല്പര്യത്തോടെ പ്രതികരിച്ചു. സരസ്വതി തന്റെ ശബ്ദം അല്പം താഴ്ത്തി ഗൂഢമായ ഒരു ഭാവത്തോടെ വിലാസിനിയമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ചേച്ചി. പക്ഷെ നാട്ടുകാർ ചിലതൊക്കെ പറയുന്നത് കേട്ടു. ദേവൻ ഇപ്പോ എപ്പോ നോക്കിയാലും ഗൗരിയുടെ കൂടെയാണ് നടപ്പെന്നോ മറ്റോ. ഉത്സവപ്പറമ്പിൽ രണ്ടുപേരും കൂടെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് കണ്ടെന്ന് ഇന്നലെ അരുണും പറഞ്ഞു. വിലാസിനിയമ്മയുടെ മുഖം പെട്ടെന്ന് മങ്ങി. അത് അവര് ചെറുപ്പം മുതലേ അറിയുന്നതല്ലേ സരസ്വതി, അല്ലാതെ വേറൊന്നുമില്ല. അതൊക്കെ ശരി തന്നെ. കാര്യം അവള് ഞങ്ങളുടെ വെണ്ണ. പക്ഷെ അവളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയില്ലേ? സ്വന്തം പേരിന് ചേരാത്ത വിധം സരസ്വതിയുടെ വാക്കുകളിൽ വിഷം കലർന്നു തുടങ്ങി. അവൾ ഒരു തന്റേടിയാ. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നോക്കിയവളല്ലേ അവള്. അങ്ങനെയുള്ള അവളെ എങ്ങനെയാ ഇനി ഒരു കുടുംബത്തിലേക്ക് വിളിച്ചു കയറ്റുന്നേ? അത്രയും ആയപ്പോഴേക്കും ഗിരിജനും ഏറ്റുപിടിച്ചു. അതേ വിലാസിനി, അവളിപ്പോ ആ പഴയ ഗൗരിയല്ല. മാത്രമല്ല, ആ കാവിലെ ദോഷങ്ങൾ അവൾക്കുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബപരമായി ഉണ്ടെന്ന് വിലാസിനിക്ക് അറിയാലോ. അത് ഏറ്റവും കൂടുതൽ ഏറ്റിരിക്കുന്നത് അവൾക്കാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ നാളെ ഗൗരിയും ദേവനും തമ്മിലൊരു ബന്ധം ഉണ്ടായി ദേവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്. അതുകൊണ്ടാ ഇക്കാര്യം ഇപ്പോ തന്നെ ഇവിടെ വന്ന് പറഞ്ഞത്. ദേവന്റെ അറിവില്ലായ്മ കൊണ്ട് എന്തേലും ആഗ്രഹം പറഞ്ഞാലും ചേച്ചി അത് സമ്മതിച്ചേക്കരുത്. അവന്റെ ഭാവി കൂടി ഓർക്കണം. ആ സജീവന് വേണ്ടി അവളുടെ വിവാഹം ആലോചിച്ചത് ഞങ്ങളാ എന്നൊരു കുറ്റബോധം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. ആ വിധി നാളെ ചേച്ചിക്ക് ഉണ്ടാകരുത്. അത്രേ ഉള്ളൂ. അവസാനത്തെ എരികൂടി കയറ്റിയിട്ട് പോരെ എന്ന് ചോദിക്കും പോലെ സരസ്വതി ഭർത്താവിനെ നോക്കി. പറയാനുള്ള വിഷം മുഴുവൻ വിലാസിനിയമ്മയുടെ മനസ്സിൽ കുത്തിവെച്ച് അവരുടെ മുഖത്തെ പേടിയും സംശയവും ആഗോളം ആസ്വദിച്ചുകൊണ്ടാണ് രണ്ടുപേരും കല്ലാട്ടെ പടിയിറങ്ങിയത്. അവർ പോകുന്നത് നോക്കി വരാന്തയിൽ നിന്ന് വിലാസിനിയമ്മയുടെ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ട് ഗൗരിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവരുടെ മനസ്സിനെ ചൂഴ്ന്നു നിന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക്